സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. എല്ലാവരും സമ്മതിദാന അവകാശം നിറവേറ്റി രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണവും ഇന്ന് അവസാനിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രാവിലെ 7 മണിക്ക് ബൂത്ത് നമ്പർ 80-ൽ കളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിൽ വോട്ട് ചെയ്യും. NDA സ്ഥാനാർത്ഥി തൃശൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 160-ൽ ഗുരുവിജയം LP സ്കൂളിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നാളെ രാവിലെ വാഴത്തോപ്പ് പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്ത ശേഷം 8:30-ന് വോട്ട് രേഖപ്പെടുത്തും. മുളകുപള്ളി അംഗൻവാടിയിൽ 88-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധിയായിരിക്കും. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വിവിധ മണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ 112 ബസ്സുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരിമേട് എന്നീ മണ്ഡലങ്ങളിലേക്ക് 5 കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ 5 മണി മുതൽ ബസ്സുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഫ്ലൈയിങ് സ്ക്വാഡും ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്ന് പൊതുസ്ഥലങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപിച്ച 25,591 വസ്തുവകകൾ നീക്കം ചെയ്തു. ജില്ലയിൽ സെക്ഷൻ 144 പ്രകാരം ഏപ്രിൽ 27-ന് രാവിലെ 6 വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി കൂട്ടം കൂടുക, പൊതുയോഗങ്ങളോ റാലികളോ പാടുള്ളതല്ല എന്നും ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ ഭാരവാഹികളുടെയോ പ്രവർത്തകരുടെയോ സാന്നിധ്യം ഉണ്ടാകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ദുർഘടമായ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടുന്ന ഇടമലക്കുടിയിലേക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ നിന്നും രാവിലെ തന്നെ യാത്ര തിരിച്ചിരുന്നു. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് 1844 വോട്ടർമാരാണ്. ഇതേസമയം ഇന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാവിലെ 7 മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. എല്ലാവരും സമ്മതിദാന അവകാശം നിറവേറ്റി രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അഭ്യർത്ഥിച്ചു. ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 1315 പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിസർവ് ഉൾപ്പെടെ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ 1315 പോളിംഗ് സ്റ്റേഷനിലായിട്ട് പ്രവർത്തനം നടത്തുന്നത്. ഇതുകൂടാതെ ജില്ലയിൽ 1578 കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റും 1710 VVPAT മെഷീനുകളും ഇതിനായി ഒരുക്കി കഴിഞ്ഞു. ഇതുവരെ ഹോം വോട്ടിങ്ങിൽ ഏകദേശം 7707 വോട്ടർമാർ ഹോം വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 418 പേര് അവിടെ BFCയിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്റർ വഴിയായിട്ട് വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ഇടുക്കി വിഷൻ.